രണ്ട് ടൈപ്പിലുള്ള ക്രുവാലിറ്റി ഉണ്ട്. മെന്റൽ ക്രുവാലിറ്റി ആൻഡ് ഫിസിക്കൽ ക്രുവാലിറ്റി. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്രുവാലിറ്റിയും ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. റീസെന്റ് ബോംബെ ഹൈക്കോർട്ട് ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞു, ഭർത്താവിനെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ നിന്ന് കളിയാക്കുന്നത്, അത് കാരണം ഭർത്താവിന് എന്തെങ്കിലും ഒരു മെന്റൽ പെയിൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെന്റൽ ക്രുവാലിറ്റി ആണ് ആൻഡ് ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. വേറൊരു കേസിൽ ഡൽഹി ഹൈക്കോർട്ട് ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഹസ്ബൻഡ് ഇമ്പോർട്ടന്റ് ആണ് വൈഫ് പറഞ്ഞത്. അത് കാരണം ഹസ്ബൻഡിന് നാണക്കേടുണ്ടായി, ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ ടെൻഷൻ ഉണ്ടായി. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്തത്. മെന്റൽ ക്രുവാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പം ഡിഫെയിം ചെയ്യുന്നതാകാം, ഇല്ലാത്ത കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുന്നതാകാം. ഓട്ടെ, എന്തെങ്കിലും ഒരു ആക്ഷൻ, ആ ആക്ഷൻ വഴി നമുക്ക് മെന്റലി നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഡിവോഴ്സിന് ഫാക്ടേഴ്സ് ആവും. മെന്റൽ ക്രുവാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കേസസ് ഫയൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടുമുക്കാലും ഈ കൗൺസിലിംഗ് വഴി പരിഹരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.